പരലോകത്ത് നമുക്ക് വരാൻ പോകുന്ന ഭയാനകതകളെ കുറിച്ച് വാക്കുകളുടെ വാചകങ്ങളുടെ ഒപ്പിയെടുത്തു തരികയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു സൽസല എന്ന് പറയുന്ന അധ്യായത്തിൽ. സൽസലത്ത് എന്ന് പറയുന്ന ആ വാക്കു തന്നെ യഥാർത്ഥത്തിൽ പ്രകമ്പനം എന്നർത്ഥം വരുന്ന ആ വാക്കിൽ തന്നെ പ്രകമ്പനമുണ്ട്. ഇത് അസുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊണ്ടാൽ അവസാനമായി ഈ ഭൂമിക്ക് അവസാനമായി ഉണ്ടാകുന്ന ഒരു സമാപനത്തിന്റെ അതിശക്തമായ കിടിലം കൊള്ളലിനെ കുറിച്ചാണ് ഖുർആൻ ഓർമ്മപ്പെടുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. പിന്നെ എന്താണ് ഈ ഭൂമിയിൽ അതിന്റെ അവസ്ഥയിൽ നിലകൊള്ളുക? ഈ ശൂന്യതയിൽ നിൽക്കുന്ന ഈ ഭൂമി ഒന്ന് അതിശക്തമായി വിറച്ചാൽ ഈ ഭൂമിയിൽ പിന്നെ എന്തുണ്ട് സഹോദരങ്ങളെ? കെട്ടിടങ്ങളുണ്ടോ ഇവിടെ? നിവർന്നു നിൽക്കുന്ന മരങ്ങളുണ്ടോ ഇവിടെ? ഇവിടെ കുഴികൾ കുന്നുകളായി മാറും, കുന്നുകൾ കുഴികളായി മാറും. അതാണ് മറുപടിയില്ലാത്ത ചോദ്യം, മറുപടിയില്ലാത്ത ഒരു വർത്തമാനം. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊണ്ടാൽ. നോക്കൂ അതിന്റെ തുടർച്ച. പിന്നെന്ത് സംഭവിക്കും? വഅഖ്റജത്തിൽ അർളു അസ്കാലഹ, വഅഖ്റജത്തിൽ അർളു അസ്കാലഹ. നമുക്ക് വിഭാവന ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് ഭൂമി വെറും കാലിയായ ഒരു പുറന്തോടായി മാറും. എന്തെല്ലാമുണ്ട് ഈ ഭൂമിയിൽ? അതിന്റെ ഉള്ളിൽ ഉരുകിയൊലിക്കുന്ന ലാവകൾ യുഗാന്തരങ്ങളായി മരിച്ചു മണ്ണടിഞ്ഞു പോയവരുടെ ശരീരത്തോടുകൂടെ ആത്മാവോടുകൂടെ പുറത്തേക്ക് വരുന്നു. ചുട്ട് തീക്കരൽ പോലെ നിൽക്കുന്ന പാറക്കഷ്ണങ്ങൾ, ജലം, എന്തെല്ലാമാണ് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിൽക്കുന്നത്? അതെല്ലാം അതിഭീകരമായ പ്രകമ്പനത്തിലൂടെ പുറത്തേക്ക് വന്നാൽ വഅഖ്റജത്തിൽ അർളു അസ്കാലഹ, ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറത്തേക്ക് തള്ളിയാൽ, പുറത്തേക്ക് കൊണ്ടുവന്നാൽ വഖാലൽ ഇൻസാനു മാലഹ, മനുഷ്യൻ ചോദിക്കും എന്തു സംഭവിച്ചു? എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ്. സുഹൃത്തുക്കളെ, എല്ലാം സംഭവിക്കേണ്ട, കുറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ നടക്കുന്ന ഭൂമി കുലുക്കങ്ങളിൽ നടക്കുന്ന നിമിഷ നേരത്തെ രംഗങ്ങളെ ഒന്ന് വിഭാവന ചെയ്ത് നോക്കൂ. പലപ്പോഴും നാം ദൃശ്യമാധ്യമങ്ങളുടെ സ്ക്രീനുകളിൽ കണ്ട രോദനങ്ങളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ നിൽക്ക്. സുഹൃത്തുക്കളെ, ആ ഭീകരമായ ഭയാനകമായ സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിന്റെ വർത്തമാനങ്ങളെ പറയുന്നതാണ്. ഈ ഭൂമിയിൽ എന്തെല്ലാം തിന്മകൾ നടന്നിട്ടുണ്ടോ അതിനൊക്കെ ഭൂമി സാക്ഷിയാണ് സഹോദരങ്ങളെ. ഒരു ഉയർന്ന ഹോട്ടലിന്റെ ഒരു റൂമിൽ എന്തെല്ലാം നടന്നിട്ടുണ്ട്? മദ്യപിച്ചിട്ടുണ്ടാകാം, വ്യഭിചരിച്ചിട്ടുണ്ടാകാം, എന്തെല്ലാം ഉണ്ടായിരിക്കും. ആ കെട്ടിടം പണിത് തുറന്നു കൊടുത്തത് മുതൽ ആ കെട്ടിടം ഇന്ന് നിലകൊള്ളുന്നത് വരെ ആ മുറിക്കകത്ത് നടന്ന മുഴുവൻ തിന്മകൾക്കും ആ റൂമിന്റെ ചുമരുകൾ സാക്ഷിയാണെങ്കിൽ ഈ ഭൂമിയിൽ എന്തെല്ലാം നടന്നു അതിനൊക്കെ ഭൂമി സാക്ഷിയാണ്. ഭൂമി അത് പറയും. സംശയിക്കേണ്ട അടുത്ത ആയത്ത് പറഞ്ഞത് എങ്ങനെ സംസാരിക്കും? സുഹൃത്തുക്കളെ, നമ്മുടെ ഈ തൊണ്ടയിൽ നിന്ന് മനോഹരമായ ഒരു ശബ്ദത്തിന് പുറപ്പെടാമെങ്കിൽ, ഘാതങ്ങൾക്കപ്പുറത്തേക്ക് വരുന്ന ശബ്ദങ്ങളെ ജീവികൾക്ക് പുറപ്പെടുവിക്കാമെങ്കിൽ ഭൂമി വർത്തമാനം പറയും. ഞാനും നിങ്ങളും കാലുകുത്തിയ കാൽപാദങ്ങൾ, അത് പതിഞ്ഞ ഭൂമിയിലെ മണ്ണറകൾ സംസാരിക്കും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിന്റെ വർത്തമാനങ്ങളെ പറയും. ബി അന്ന റബ്ബക ഔഹാലഹ, എങ്ങനെ സംസാരിക്കും? ആ സംസാരിക്കാനുള്ള മുഴുവൻ വിവരങ്ങളും അള്ളാഹു അതിന്റെ സന്ദേശമായി നൽകും. ആ ഭയാനകതകളെ മുഴുവൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ട് സഹോദരങ്ങളെ, അതിന്റെ അടുത്ത വാക്ക് നോക്കൂ നിങ്ങൾ. യൗമഇദിൻ, ആ ദിവസം. ഏതു ദിവസം? ഭൂമി പ്രകമ്പനം കൊള്ളുന്ന ദിവസം, ഭൂമിക്കുള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്ന ദിവസം. മനുഷ്യൻ ഭയവിഹ്വലനായി ഈ ദുരന്തങ്ങൾ കാണുമ്പോൾ ഭൂമിക്ക് എന്തു സംഭവിച്ചു എന്ന് ആശങ്കയോടെ ചോദിക്കുന്ന സമയം, ഭൂമി അതിന്റെ മേൽ നടന്ന മുഴുവൻ നന്മ തിന്മകളെയും വിളിച്ചു പറയുന്ന നേരം, അത് പറയാൻ അള്ളാഹു അതിന് സന്ദേശം നൽകുന്ന സമയം. യൗമഇദിൻ യസ്തുറുന്നാസു, മനുഷ്യന്മാർ ഭൂമിയിൽ നിന്നും പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കും. അഷ്താത്തൻ, ആ പ്രയോഗം ഈ സൂറത്തിൽ പഠിക്കേണ്ട. അഷ്താത്തൻ, വിഭിന്ന സംഘങ്ങളായി. മുഖം ഇരുട്ടിന്റെ കഷ്ണങ്ങൾ വെട്ടിവെച്ചതുപോലെയുള്ള മുഖത്തിന്റെ ഉടമസ്ഥന്മാരുണ്ടതിൽ. സഹോദരങ്ങളെ, തെളിയുന്ന നല്ല വെളിച്ചത്തോടുകൂടെ ഉള്ള പ്രകാശത്തിന്റെ കഷ്ണങ്ങൾ വെട്ടിവെച്ചതുപോലെ മുഖം പ്രകാശിക്കുന്നവരുണ്ട്. എല്ലാം വ്യത്യസ്ത സംഘങ്ങൾ. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, വ്യഭിചാരികൾ വ്യഭിചാരികളുടെ കൂട്ടങ്ങളായി, മദ്യപാനികൾ മദ്യപാനികളുടെ കൂട്ടങ്ങളായി, പലിശക്കാരുടെ കൂട്ടങ്ങളായി, ഓരോരുത്തരും ചെയ്ത തിന്മകൾക്കനുസരിച്ച് തിന്മയുടെ സംഘങ്ങളായി കൂട്ടങ്ങളായി വരുന്നതാണ്. എന്തിനാണ് വരുന്നത്? എന്തിനാണ് ഭൂമി പ്രകമ്പനം കൊണ്ടത്? എന്തിനാണ് ലോകം അവസാനിച്ചത്?
ലിയുറൗ അഅ്മാലഹും, അവിടെ പ്രവർത്തനങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. എല്ലാം കാണും, പറഞ്ഞ വാക്കുകൾ, പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, ഇടപാടുകൾ, വ്യവഹാരങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിൽ ദൃക്സാക്ഷിയായി വരും. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു, വവജദൂ മാ അമിലു ഹാദിറൻ, എല്ലാം മുന്നിൽ ആഗതമായി, ആസന്നമായി, എല്ലാ പ്രവർത്തനങ്ങളും ചലനാത്മക ശേഷിയുള്ള നല്ല രൂപങ്ങളായി, പ്രതിരൂപങ്ങളായി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കും. ലിയുറൗ അഅ്മാലഹും, അവിടെ പ്രവർത്തനങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ. ഫമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അണുമണി തൂക്കത്തോളം നന്മയാര് പ്രവർത്തിച്ചു അതവൻ കാണും. മിസ്ഖാലു ദർറ, ദർറത്ത് പറഞ്ഞാൽ ഒരണു, അല്ലെങ്കിൽ ഉറുമ്പിന്റെ കാല്, അതുമല്ലെങ്കിൽ ഓട്ടവെയിലിൽ കാണുന്ന ചെറിയ വസ്തുക്കൾ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒന്നും വിട്ടുപോകാതെ മുഴുവൻ പൂർണ്ണമായും മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടുക പരലോകത്തിന് വേണ്ടി ചെയ്യുമ്പോൾ മാത്രമാണ്. സഹോദരങ്ങളെ, എത്രയെത്ര അവസരങ്ങൾ! ഇതെന്തിനുള്ള അവസരം? ഖബറിൽ നിന്ന് നമ്മുടെ നിയന്ത്രണമില്ലാതെ പുറത്തേക്ക് വരുമ്പോൾ, നാം ചെയ്ത നന്മ തിന്മകളെ ഭൂമി വിളിച്ചു പറയുമ്പോൾ, ഈ ലോകം അവസാനത്തിന്റെ പിടയിൽ പിടയുമ്പോൾ, പ്രകമ്പനം കൊള്ളുമ്പോൾ, നമ്മെ കാത്തുരക്ഷിക്കാൻ, നമുക്ക് തുണയാകാൻ, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈർ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് തജിദൂഹു ഇൻദല്ലാഹ്, അത് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ കാണും. ചെയ്തതുപോലെയല്ല, കൊടുത്തതുപോലെയല്ല. ഹുവ ഖൈറൻ വഅഅ്ലമ അജ്റ, ഏറ്റവും ഉത്തമമായ നിലയിൽ, ഏറ്റവും മഹത്തായ പ്രതിഫലത്തോടുകൂടി. അതുകൊണ്ട് മിസ്ഖാലു ദർറ, മനസ്സിലുണ്ടാവേണ്ട ഒരു പദപ്രയോഗം. മിസ്ഖാലു ദർറ, അണുമണിത്തൂക്കം. മിസ്ഖാലു ദർറ, അണുമണിത്തൂക്കം. ഈ പ്രപഞ്ചം അവസാനിക്കുമ്പോൾ, നാം നമ്മുടെ ഖബറിലേക്ക് ഒഴിഞ്ഞു പോകുമ്പോൾ, നാം നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമായി തീരുമ്പോൾ, ഭയാനകമായ പരലോകത്തെ സിറാത്തിലൂടെ ആരും കൈപിടിക്കാൻ അത് ഒറ്റക്ക് നടക്കുമ്പോൾ, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും വാതിലുകൾക്ക് മുമ്പിൽ നമ്മുടെ വിധി പ്രഖ്യാപിക്കുമ്പോൾ, മിസ്ഖാലു ദർറ, ആയിഷ അവഗണിക്കരുത് ഒരു നന്മയെയും ഒരു തിന്മയെയും. അനേകം തിന്മകൾ കൂടുമ്പോൾ അത് വലിയ തിന്മയാകും, നരകത്തിന്റെ സാധ്യത ആയി മാറും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതു സാഹചര്യങ്ങളെയും പ്രയോജനപ്പെടുത്തി ഭയാനകമായ പരലോകത്ത് മോചനം നേടാനുള്ള പ്രവർത്തനം നാം നടത്തണം.